ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 4 മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞത്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് വേപ്പില. എണ്ണ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റുമ്പോൾ പച്ചമുളക് നടുവ് കീറിയിട്ടാൽ മതി. എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് കൂടുതൽ പച്ചമുളക് കൂടുതലെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് 2 മുളക് ഇട്ടാലും മതി. ഇവിടെ 4 മുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് സവാളയും വേപ്പിലയും ഒരുമിച്ചിട്ട് കൊടുക്കാം. രണ്ടും നന്നായിട്ട് വരട്ടിയെടുക്കണം വെളിച്ചെണ്ണയിൽ. ആ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടും. സവാള വാടുന്ന സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കാം. എന്നിട്ട് കോഴിമുട്ട എടുത്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ കാടമുട്ട ഉണ്ട്. അതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കൊടുത്തിട്ടുന്നുള്ളൂ. നമ്മൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. എരിവ് നമുക്ക് ഇഷ്ടമുള്ള പോലെ. ഞാൻ ഇവിടെ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതാറ് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി കുറച്ച് 1/4 സ്പൂൺ. പിന്നെ ഞാൻ സർവ്വസുന്ദരി ഇലയാണത്. അതിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ആ ഒരു ഇല ഇട്ടിട്ട് ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ഇലയിട്ട് നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് ചിക്കൻ കറിയിലോ ബീഫിലൊക്കെ ഇടാവുന്നതാണ്. നന്നായിട്ട് സവാള വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ തക്കാളി ചേർത്തിട്ടില്ല. തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ തക്കാളി ഇട്ടിട്ടില്ല. നന്നായിട്ടത് വരട്ടിയെടുക്കുക. വെള്ളമൊക്കെ ഒന്ന് കുറുകിയ മസാലയൊക്കെ നന്നായിട്ട് സവാളയിലൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മുട്ടയെല്ലാം തൊണ്ടൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ മുട്ട നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് 2 മിനിറ്റ് തീ കുറച്ചിട്ടൊന്നാക്കുക. മുട്ടയിലേക്ക് ഒന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് പിടിക്കും. ഇപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ചൂടൊന്ന് വറ്റാനുണ്ട്. 2 മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ട് വയ്ക്കാം. എഗ് റോസ്റ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയൊക്കെയാലും നല്ല രസമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം തന്നെ ചെയ്യാവുന്നതാണ്. താങ്ക് യു.